എഴുത്തുകാരിയും വിവർത്തകയും അധ്യാപികയുമാണ് ഫലസ്തീൻകാരിയായ ദുനിയ അഹമ്മദ് അബൂ സിദ്ദ. ഈ അടുത്തായി അവർ വൈദ്യപഠനവും ആരംഭിച്ചിട്ടുണ്ട്. ഗസയിൽ ഇതിനകം ഒരുപാട് ചോര ഒഴുകിപ്പോയിരിക്കുന്നു. രക്തസാക്ഷിത്വത്തിലൂടെ ഫലസ്തീൻ മണ്ണിൽ പരന്നൊഴുകിയ ചോരയുടെ കണക്ക് തിട്ടപ്പെടുത്താനാവില്ല. ബോംബ് വർഷങ്ങൾക്കും വെടിയൊച്ചകൾക്കും ഷെല്ലാക്രമണങ്ങൾക്കും നടുവിൽ രാപകലുകൾ തള്ളി നീക്കുന്ന ഗസ ഇന്ന് പട്ടിണി മരണത്തിന്റെ വക്കിലാണെന്നത് ദുരിതങ്ങൾ പതിന്മടങ്ങാക്കി മാറ്റുന്നു. ഭക്ഷണത്തെ ആയുധമാക്കുകയാണ് അധിനിവേശ സൈന്യം. ആഹാരത്തിനും കുടിവെള്ളത്തിനും വരി നിൽക്കുന്ന കുട്ടികളെ അടക്കം കൊന്നു തള്ളുകയാണ് സയനിസ്റ്റ് ഭീകരർ. ഈ ദുരന്ത ഭൂമിയിൽ മനുഷ്യരുടെ ചോര പോലും തീർന്നു പോവുകയാണ് എന്ന് ഹൃദയവേദനയോടെ വിലപിക്കുകയാണ് ദുനിയ അബൂ സിദ്ദ. ഗസയിലെ മരണത്താഴ്വരയിൽ ജീവനൊടുങ്ങുന്നത് കൊണ്ട് മാത്രമല്ല മനുഷ്യരക്തം തീർന്നു പോകുന്നത്. പരിക്കേറ്റ സഹജീവികൾക്കും അത്യാസന്ന നിലയിലുള്ള രോഗികൾക്കും ദാനം ചെയ്യാൻ പോലും ഗസയിൽ ചോരയില്ലത്രേ. ദൈവാനുഗ്രഹത്താൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ നേരിടുന്ന കടുത്ത പട്ടിണി മൂലം അവരുടെ ചോര രക്തദാനത്തിന് പറ്റുന്നതല്ലെന്നാണ് ദുനിയ അബൂ സിദ്ദ പറയുന്നത്. നമുക്ക് അവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാം. ഖാൻ യൂനിസ് നഗരത്തിന്റെ പടിഞ്ഞാറുള്ള നാസർ ആശുപത്രിക്ക് സമീപമാണ് ഞാൻ താമസിക്കുന്നത്. മിക്കവാറും എല്ലാ ദിവസവും ആശുപത്രിയിൽ നിന്ന് ഉച്ചഭാഷിണികളിലൂടെ രക്തദാനത്തിനായുള്ള നിരാശ നിറഞ്ഞ ആഹ്വാനങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. ഒരു വർഷത്തിലേറെയായി അത് അങ്ങനെയാണ്. ഗസയിലെ മറ്റ് പ്രവർത്തനരഹിതമായ ആരോഗ്യ കേന്ദ്രങ്ങളെപ്പോലെ തന്നെ തുടർച്ചയായ ഇസ്രായേലി വ്യോമാക്രമണങ്ങളുടെ ഇരകളെ കൊണ്ട് ആശുപത്രി എന്നും നിറഞ്ഞിരിക്കും. മെയ് അവസാനം മുതൽ സഹായ വിതരണ കേന്ദ്രങ്ങളിൽ ഇസ്രായേലി സൈനികരുടെ വെടിയേറ്റ നിരവധി ഇരകളെയും ഇവിടെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ദുനിയ അബൂ സിദ്ദ തുടരുകയാണ്. ഞാൻ മുമ്പും രക്തം ദാനം ചെയ്തിട്ടുണ്ട്. വീണ്ടും അത് ചെയ്യേണ്ടത് എൻ്റെ കടമയാണ് എന്ന് എനിക്കറിയാം. അങ്ങനെ കഴിഞ്ഞ മാസം ഒരു ദിവസം രാവിലെ ഞാൻ നാസർ ആശുപത്രിയിലേക്ക് പോയി. ഗസയിലെ ദുരിതാശ്വാസ കേന്ദ്രത്തിൽ ഇസ്രായേൽ ഡസൻ കണക്കിന് ആളുകളെ കൊന്നു. പോഷകാഹാരക്കുറവ് മൂലം കുട്ടികൾ മരിക്കുന്നു. എൻ്റെ കയ്യിൽ നിന്ന് രക്തം എടുക്കുമ്പോൾ എനിക്ക് കഠിനമായ തലകറക്കം അനുഭവപ്പെട്ടു. ഞാൻ തളർന്നു പോകുമെന്ന് കരുതി. രക്തദാന ക്യാമ്പിലുണ്ടായിരുന്ന എൻ്റെ സുഹൃത്തും നഴ്സുമായ ഹനാൻ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ അവൾ എൻ്റെ കാലുകൾ ഉയർത്തിപ്പിടിച്ചു. എനിക്ക് സുഖം തോന്നുന്നതുവരെ അവൾ അത് തുടർന്നു. അവൾ എൻ്റെ രക്തമെടുത്ത് പരിശോധിക്കാൻ കൊണ്ടുപോയി. 10 മിനിറ്റിനു ശേഷം തിരിച്ചു വന്ന് അവൾ പറഞ്ഞത് എനിക്ക് കടുത്ത വിളർച്ചയും പോഷകാഹാരക്കുറവും ഉണ്ടെന്നാണ്. രക്തദാനത്തിന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ പോഷകങ്ങൾ പോലും എൻ്റെ രക്തത്തിൽ അടങ്ങിയിരുന്നില്ല. എൻ്റെ കാര്യം ഒരു അപവാദമല്ലെന്നാണ് ഹനാൻ എന്നോട് പറഞ്ഞത്. ഇസ്രായേലി ഉപരോധം തുടരുന്നതും മാംസം, പാൽ, മുട്ട, പഴങ്ങൾ തുടങ്ങിയ പോഷകസമൃദ്ധമായ ഭക്ഷണത്തിൻ്റെ അഭാവവും കാരണം രക്തം ദാനം ചെയ്യാൻ ആശുപത്രിയിലെത്തിയവരിൽ ഭൂരിഭാഗവും വിളർച്ചയും പോഷകാഹാരക്കുറവും അനുഭവിക്കുന്നുണ്ടെന്ന് അവൾ വിശദീകരിച്ചു. ആശുപത്രിയിൽ ദാനം ചെയ്യുന്ന രക്ത യൂണിറ്റുകളിൽ 2/3 ഭാഗത്തിലും ഹീമോഗ്ലോബിൻ, അയൺ എന്നിവയുടെ അളവ് വളരെ കുറവാണ്. ഈ അവസ്ഥയിൽ രക്തം ദാനം ചെയ്യാനാവില്ല. ജൂൺ ആദ്യം ലബോറട്ടറി ആൻഡ് ബ്ലഡ് ബാങ്കിന്റെ ഡയറക്ടർ ഡോക്ടർ സോഫിയ സാറാബ് മാധ്യമങ്ങളോട് പറഞ്ഞത് രക്തക്ഷാമം ഗുരുതരമായ നിലയിലെത്തിയിട്ടുണ്ടെന്നും ഇത് രോഗികളുടെ ജീവന് ഭീഷണിയാണെന്നും അവരിൽ പലർക്കും അടിയന്തരമായി രക്തം നൽകേണ്ടതുണ്ടെന്നുമാണ്. ഗസയിൽ 400 യൂണിറ്റ് രക്തം ദിനം പ്രതി ആവശ്യമുണ്ട്. രക്ത യൂണിറ്റുകൾ മാറ്റുന്നതിനായി വെസ്റ്റ് ബാങ്കിലെ ആരോഗ്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടിട്ടും അധിനിവേശ അധികാരികൾ ഗസയിലേക്ക് അത് തടഞ്ഞിരിക്കുകയാണ്. ഡോക്ടർ സാറാബ് പറഞ്ഞു. എൻ്റെ രക്തദാനം പരാജയപ്പെട്ടതോടെ ആകെ തകർന്ന നിലയിലാണ് ഞാൻ വീട്ടിലേക്ക് മടങ്ങിയത്. ഭക്ഷ്യക്ഷാമം എന്നെ ബാധിക്കുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. എൻ്റെ ഭാരം വളരെയധികം കുറഞ്ഞു. എനിക്ക് നിരന്തരമായ ക്ഷീണം, വിട്ടുമാറാത്ത സന്ധിവേദന, തലവേദന,
തലകറക്കം എന്നിവ അനുഭവപ്പെടുന്നു. പത്രങ്ങൾക്കായി ലേഖനങ്ങൾ എഴുതുമ്പോഴോ പഠിക്കുമ്പോഴോ പോലും എനിക്ക് ചെറിയ ഇടവേളകൾ എടുക്കേണ്ടി വരുന്നു. എൻ്റെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന തിരിച്ചറിവ് എന്നെ ശരിക്കും ബാധിച്ചു. ദുനിയ അബൂസിത്ത തുടരുന്നു. മാസങ്ങളായി ഞാനും എൻ്റെ കുടുംബവും പാസ്തയും അരിയും മാത്രമാണ് കഴിക്കുന്നത്. റൊട്ടിക്കുള്ള മാവിന് ഭീമമായ വിലയാണ്. അത് താങ്ങാനാവാത്തത് കാരണമാണ് അരിയും പാസ്തയും കൊണ്ട് പശിയടക്കുന്നത്. ഞങ്ങളുടെ ഇളയ സഹോദരങ്ങൾക്ക് കൂടുതൽ ഭക്ഷണം നൽകുന്നതിനായി ഞങ്ങൾ ദിവസം ഒരു നേരം മാത്രമാണ് ഭക്ഷണം കഴിക്കുന്നത്. ചിലപ്പോൾ പകുതി ഭക്ഷണം കൊണ്ട് പോലും തൃപ്തിപ്പെടേണ്ടി വരും. അവർക്ക് പോഷകാഹാരക്കുറവ് ഉണ്ടാകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അവരുടെ ഭാരം വളരെയധികം കുറഞ്ഞു. മനോവിഷമത്തോടെ ദുനിയ വെളിപ്പെടുത്തി. മാർച്ച് 2 ഇസ്രായേൽ പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തിയതിനു ശേഷം ഞങ്ങൾ മാംസമോ മുട്ടയോ പാലുൽപ്പന്നങ്ങളോ കണ്ടിട്ടു തന്നെയില്ല. അതിനു മുമ്പ് പോലും ഞങ്ങൾക്ക് വളരെ അപൂർവമായി മാത്രമേ അവ കിട്ടിയിരുന്നുള്ളൂ. ഗസയിലെ ദുരിതം ദുനിയ വേദനയോടെ വിവരിക്കുന്നു. ഇസ്രായേൽ വംശഹത്യാ യുദ്ധം ആരംഭിച്ചതിനു ശേഷം കുറഞ്ഞത് 66 കുട്ടികളെങ്കിലും പട്ടിണി മൂലം മാത്രം മരിച്ചുവെന്ന് ഗസ ആരോഗ്യ അധികൃതർ പറഞ്ഞു. യുനിസെഫിൻ്റെ കണക്കനുസരിച്ച് മെയ് മാസത്തിൽ മാത്രം 5000-ലധികം കുട്ടികളെ കടുത്ത പോഷകാഹാരക്കുറവിന് ചികിത്സയ്ക്കായി ഗസ മുനമ്പിലുടനീളമുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവേശിപ്പിച്ചു. ഈ കുട്ടികളിൽ ചിലർ അത്ഭുതകരമായി രക്ഷപ്പെട്ടേക്കാമെങ്കിലും അവർക്ക് ആരോഗ്യത്തോടെ വളരാനും സ്ഥിരതയുള്ളതും സുരക്ഷിതവുമായ ജീവിതം ആസ്വദിക്കാനും അവസരം ലഭിക്കാനിടയില്ല. പക്ഷേ എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും പട്ടിണി ബാധിച്ചതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠയ്ക്കപ്പുറം പരിക്കേറ്റവരെ സഹായിക്കുന്നതിൽ പരാജയപ്പെട്ടതിൻ്റെ വേദനയാണ് എന്നെ അലട്ടുന്നത്. ദുനിയ പറഞ്ഞു നിർത്തി. യുദ്ധത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ജീവന് വേണ്ടി മല്ലിടുന്നവരെ സഹായിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. കാരണം ഞാനും ഒരു മനുഷ്യജീവിയാണ്. എല്ലാത്തിനുമുപരി മറ്റൊരാളെ സഹായിക്കാനുള്ള ത്വര നമ്മുടെ മാനുഷികമായ സഹജവാസനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ മനുഷ്യത്വത്തെ നിർവചിക്കുന്നത് തന്നെ ഈ ഐക്യദാർഢ്യമാണ്. ഒരു ജീവൻ രക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടും അത് ചെയ്യുന്നതിൽ നിന്ന് തടയപ്പെടുമ്പോൾ നിരാശയുടെ ഒരു പുതിയ ചക്രവാളം തുറന്നിരിക്കുന്നു എന്നാണ് അതിനർത്ഥം. അത് ആത്മാവിൽ ആഴത്തിലുള്ള ഒരു മുറിവ് അവശേഷിപ്പിക്കുന്നു. കഴിഞ്ഞ 21 മാസമായി അന്താരാഷ്ട്ര നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള എല്ലാ മനുഷ്യാവകാശങ്ങളും ഞങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. വെള്ളത്തിനും ഭക്ഷണത്തിനുമുള്ള അവകാശം, ആരോഗ്യ സംരക്ഷണത്തിനും പാർപ്പിടത്തിനുമുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, സ്വതന്ത്രമായി സഞ്ചരിക്കാനും അഭയം നൽകാനുമുള്ള അവകാശം, ജീവിക്കാനുള്ള അവകാശം, ഇവയെല്ലാം ഞങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതെല്ലാം യാദൃച്ഛികമായി സംഭവിച്ചതല്ല, മറിച്ച് ആസൂത്രിതമാണ്. വംശഹത്യ ആളുകളെ കൊല്ലുക മാത്രമല്ല, അത് ജനങ്ങളുടെ മനുഷ്യത്വത്തെയും ഐക്യദാർഢ്യത്തെയും ലക്ഷ്യം വയ്ക്കുന്നു. ചാരിറ്റി സെന്ററുകളിലും ഭക്ഷണശാലകളിലും ബോംബാക്രമണം നടത്തുന്നത് മുതൽ ഭക്ഷണം കൊള്ളയടിക്കാനും മോഷ്ടിക്കാനും ആളുകളെ പ്രേരിപ്പിക്കുന്നത് വരെയുണ്ട് ഈ ദുരിതാനുഭവങ്ങളിൽ. 75 വർഷത്തെ കഷ്ടപ്പാടുകൾക്കും നാടുകടത്തലുകൾക്കും ഇടയിലും ഫലസ്തീൻ ജനതയെ മുന്നോട്ട് നയിച്ചത് ശക്തമായ ഐക്യദാർഢ്യമാണ്. അതാണിന്ന് വംശഹത്യാ യുദ്ധത്തിന്റെ നേരിട്ടുള്ള ആക്രമണത്തിന് വിധേയമായിരിക്കുന്നത്. നമ്മുടെ സാമൂഹിക ബന്ധങ്ങളിൽ വിള്ളലുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ടാകാം, പക്ഷേ അത് ഞങ്ങൾ നന്നാക്കും. ഗസയിലെ ഒരു വലിയ കുടുംബമാണ് ഞങ്ങൾ. പരസ്പരം എങ്ങനെ സുഖപ്പെടുത്താമെന്നും പിന്തുണയ്ക്കാമെന്നും ഞങ്ങൾക്കറിയാം. ഫലസ്തീൻ ജനതയുടെ മനുഷ്യത്വം എപ്പോഴും വിജയിച്ചിട്ടുണ്ട്. നിശ്ചയദാർഢ്യം സ്ഫുരിക്കുന്ന വാക്കുകളിൽ ദുനിയ അഹമ്മദ് അബൂസിത്ത ഇങ്ങനെ പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ കരളും കൊത്തിപ്പറിക്കപ്പെടുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്.